തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ ഉള്ള തിരുവചനങ്ങൾ നമുക്കിന്ന് നമ്മുടെ വിചിന്തനത്തിന് വിഷയമാക്കാം. അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. തക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു, സബദീപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. സ്നേഹമുള്ളവരെ, ഈ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തമൊക്കെ നമുക്കറിയാം. ഈശോ തൻ്റെ ശിഷ്യന്മാരായ പത്രോസിനെ, അന്ത്രയോസിനെ, യാക്കോബിനെ, യോഹന്നാനെ അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് തൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. അവർക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുധാവനം ചെയ്യുന്നു. ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു ഭാഗമാണിത് വായിച്ചു കേട്ടത്. ഈ വചനഭജനവുമായി മുൻപോട്ട് പോകുമ്പോൾ എന്നെ ശ്രവിക്കുന്ന പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ മകനോ മകളോ നിങ്ങളുടെ ബന്ധത്തിലുള്ള പരിചയത്തിലുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, അപ്പച്ച, അമ്മച്ചി, സ്നേഹിത, എനിക്ക് അച്ഛനാകണമെന്നാണ് ആഗ്രഹം, എനിക്കൊരു സിസ്റ്റർ ആകണമെന്ന ആഗ്രഹം. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് പറയാനുള്ള മറുപടി എന്തായിരിക്കും? എന്തഭിപ്രായമായിരിക്കും നിങ്ങൾ അവരോട് പറയുക? ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട് പലരും, നിങ്ങൾ എന്തിനാ അച്ഛനാവാൻ പോകണേ, എന്തിനാ സിസ്റ്റർ ആകാൻ പോകുന്നേ, വേറെ ഒരു പണിയുമില്ലേ എന്ന്. വ്യക്തിപരമായിട്ട് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഞാനൊരു സന്യാസ പുരോഹിതനാണ്, വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടല്ല ഈ ദൈവവിളി സ്വീകരിച്ചത്. തമ്പുരാൻ വിളിച്ചത് കൊണ്ടും ഒത്തിരിയേറെ ഈ വിളി ഇഷ്ടപ്പെടുന്നതുകൊണ്ടും മാത്രമാണ് ഇന്നും ഈ ദൈവവിളിയിൽ അടിയുറച്ചു നിൽക്കുന്നത്. എനിക്ക് പരിചയമുള്ള കുറച്ച് സിസ്റ്റേഴ്സും അച്ഛന്മാരും വന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അച്ഛാ, ആ ഒരു കുടുംബമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു, പക്ഷേ അവിടുത്തെ മകനോ മകളോ അച്ഛനാകണം, സിസ്റ്റർ ആകണം എന്ന് പറഞ്ഞിട്ട് അക്കാര്യവുമായി ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ പിന്നെ അവർ പറഞ്ഞത് പ്രകാരമാണ്, അച്ഛാ, ഈ കാര്യം പറഞ്ഞ് ഇനി വീട്ടിലേക്ക് കയറരുത്, സിസ്റ്ററെ ഈ കാര്യം പറഞ്ഞ് ഇനി ഈ വീട്ടിലേക്ക് കയറരുത്, നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളൊക്കെയാണ്, പക്ഷേ ഇക്കാര്യം പറഞ്ഞ് വീട്ടിലേക്ക് കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈ സന്യാസ പൗരോഹിത്യ വിളികളിലേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളെ പറഞ്ഞു വിടുവാനായിട്ട് ഇത്രമാത്രം മടിക്കുന്നത്? അതിലേക്ക് നമ്മൾക്ക് പിന്നീട് വരാം. പല പല കാരണങ്ങളുണ്ടാകാം. ഞാൻ ഓർക്കുകയാണ് ഒരു യുവാവിൻ്റെ കഥ. 16 വയസ്സുള്ളൂ. ഈ 16 വയസ്സുള്ള ഈ യുവാവ്, അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം, അന്ന് വരെ അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, അവന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയോട് തൻ്റെ പ്രണയം തുറന്നു പറയണം. അവൻ അന്നൊരു ദിവസം ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവൻ അന്ന് തീരുമാനിച്ചു, ഇന്ന് എൻ്റെ ഇഷ്ടം എൻ്റെ കാമുകിയോട്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പെൺകുട്ടിയോട് ഞാൻ തുറന്നു പറയും. ഈ 16 വയസ്സുകാരൻ അന്ന് പ്രഭാതത്തിൽ വീട് വിട്ടിറങ്ങുകയാണ്. വിട്ടിറങ്ങിക്കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അവൻ തീരുമാനിച്ചു, ദേ ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ടല്ലോ, ഈ പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചേച്ച് പോകാം. അവൻ ആ പോകുന്ന വഴിക്ക് പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വൈദികൻ കുമ്പസാരിപ്പിക്കാനായിട്ടിരിക്കുന്നുണ്ട്. കുമ്പസാരിപ്പിക്കാനായിട്ടിരുന്ന സമയത്ത് ഇവൻ പോയിട്ട് ഇവൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഒരു ആലോചന വരികയാണ്, എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോവുകയല്ലേ, എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ പോവുകയല്ലേ, ഒന്ന് മനസ്സ് തുറന്ന് കുമ്പസാരിച്ചിട്ട് പോയേക്കാം, ദൈവകൃപ എന്നിലേക്ക് ഒഴുകട്ടെ. അവൻ പോയി കുമ്പസാരിച്ചു. കുമ്പസാരത്തിൽ ഇവനൊരു പ്രത്യേകമായ വെളിപ്പെടുത്തൽ കിട്ടുകയാണ്. കുമ്പസാരിച്ചതിന് ശേഷം അവൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനൊരു ദൈവസ്വരം കേട്ടു. എന്തായിരുന്നു ആ ദൈവസ്വരം? മകനെ, നിനക്ക് ഇഷ്ടം, നീ ഇന്ന് ഇഷ്ടമാണെന്ന് തുറന്ന് പറയുവാനായിട്ട് പോകുന്ന ആ യുവതിയോടാണോ എന്നോടാണോ? നീ ഒന്ന് ആഴത്തിൽ ആലോചിച്ച് നോക്കുക. ഈ ഒരു ചോദ്യം പിന്നെ വല്ലാതെ അലട്ടി. ഇവൻ എന്നിട്ട് ഈശോയോട് പറയുകയാണ്, ഈശോയെ, ആ യുവതിയേക്കാൾ എനിക്കിഷ്ടം നിന്നെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് അവൻ്റെ ഇഷ്ടം ആ യുവതിയോട് തുറന്ന് പറഞ്ഞില്ല.
ഈ കുമ്പസാരത്തിലൂടെ അല്ലെങ്കിൽ പള്ളിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ആ ദൈവീക പ്രചോദനത്തിന് ആ യുവാവ് പ്രത്യുത്തരിക്കുവാനായിട്ട് തയ്യാറായി. അവൻ്റെ ദൈവവിളിയുടെ ആരംഭം അവിടെയായിരുന്നു. ആ യുവാവാണ് സ്നേഹമുള്ളവർ ഇന്ന് കത്തോലിക്ക സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പ. ഇതിൽ ഏറ്റവും അതിശയകരമായി തോന്നുന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു യുവാവിൻ്റെ ഇഷ്ടം തൻ്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞപ്പോൾ അവർ ഇതിന് സമ്മതം മൂളി. നമ്മുടെ മകനോ മകളോ നമ്മളോട് വന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ, എനിക്കൊരു അച്ഛനാകണം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് സമ്മതം മൂളാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ലേ? ചിലരെങ്കിലും വിലങ്ങുതടികളായി നിന്നിട്ടില്ലേ? ചിലരെങ്കിലും പറയുന്നൊരു കാര്യമാണ്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, പ്രീ ഡിഗ്രി കഴിയട്ടെ, അല്ലെങ്കിൽ +2 കഴിയട്ടെ, ഡിഗ്രി കഴിയട്ടെ, കുറച്ചുകൂടെ PG കോഴ്സ് കഴിയട്ടെ, കുറച്ചുകൂടെ വിവരം വെച്ചിട്ട് അച്ഛനാകാനോ സിസ്റ്ററാകാനോ തീരുമാനം എടുക്കാമെന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മകനോ മകളോ 10ാം ക്ലാസ് കഴിയുമ്പോൾ ആ മകനോ മകളോ ഒരു എഞ്ചിനീയർ ആകണോ, ഡോക്ടർ ആകണമോ, അല്ലെങ്കിൽ ഏത് ഉദ്യോഗം ലഭിക്കുന്ന പഠനങ്ങളാണ് അവർക്ക് ലഭിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ ഒരു ദൈവവിളിയുടെ കാര്യം പറയുമ്പോൾ, പൗരോഹിത്യ സന്യസ്തരുടെ കാര്യം പറയുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രശ്നം. എന്ത് പ്രശ്നമാണ്? ഇനി ഡിഗ്രി കഴിയട്ടെ എന്നുള്ളത്. എന്നാൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ മറ്റേത് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് പഠിക്കാനായിട്ട് അവരെന്ത് തീരുമാനമെടുത്താലും ഒരു പക്ഷേ നമ്മൾ അതിന് കൂട്ടുനിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞു പോവുകയാണ്. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, നമ്മൾ എത്ര പേര് നമ്മുടെ മക്കളുടെ അഭിരുചികൾക്കനുസരിച്ച് അവരെ വളർത്തുവാനായിട്ട് തയ്യാറാകുന്നുണ്ട്? ധാരാളം മക്കൾ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി ഇതാണ്, അച്ഛാ എനിക്ക് പഠിക്കുവാനായിട്ട് സയൻസ് ഗ്രൂപ്പ് താല്പര്യമില്ല, എനിക്കൊരു നേഴ്സ് ആവാൻ താല്പര്യമില്ല, ഡോക്ടർ ആവാൻ താല്പര്യമില്ല, പക്ഷെ എൻ്റെ മാതാപിതാക്കന്മാർ നിർബന്ധിച്ച് എന്നെ ആ കോഴ്സിന് ചേർത്തുകയാണ്. എനിക്കിഷ്ടം ആർട്സ് ഗ്രൂപ്പാണ്, എനിക്കിഷ്ടം കൊമേഴ്സ് ഗ്രൂപ്പാണ്. ഇങ്ങനെ മക്കളുടെ ആവശ്യങ്ങൾക്ക് എതിരായി അവരെ നിർബന്ധിപ്പിച്ച് പഠിപ്പിക്കാനായിട്ട് വിട്ടിട്ട് പലപ്പോഴും അവർ തോറ്റ് വൻ മാറുന്ന രീതികൾ എത്രയോ ഉണ്ട്. ഇനി അവർ അഥവാ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 1% പോലും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ആ ജോലി ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്, ഇഷ്ടമില്ലാത്ത ജോലി തിരഞ്ഞെടുത്തത് മൂലം. സ്നേഹമുള്ളവരെ, മാതാപിതാക്കന്മാരെ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നതാണ് മക്കൾ. 127-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുണ്ടെങ്കിൽ ഈ ദാനമായ മക്കളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് അപ്പനും അമ്മയും തമ്പുരാന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച് വിവേചിച്ച് അറിയണം. അല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. മക്കളെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി എന്താണെന്ന് കുഞ്ഞുനാൾ മുതൽ, ഈ കുഞ്ഞ് ഉദരത്തിൽ രൂപം കൊള്ളുന്ന ആ നിമിഷം മുതൽ മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കണം. ഈശോയെ, നീ ദാനമായി നൽകിയ ഈ കുഞ്ഞിനെ എങ്ങനെയാണ് ഞാൻ വളർത്തേണ്ടത്? ഈ കുഞ്ഞ് വലുതാകുമ്പോൾ എന്തായി തീരണമെന്നാണ് തമ്പുരാന് നിന്റെ ആഗ്രഹം? ഇവനൊരു പുരോഹിതനാകണമോ, ഇവളൊരു സിസ്റ്റർ ആകണമോ, കുടുംബജീവിതത്തിലേക്കാണോ, ഈ ഏത് പ്രൊഫഷനാണ് ഈശോയെ നീ ആഗ്രഹിക്കുന്നത്? ഉണർവോടുകൂടി പ്രാർത്ഥിക്കണം. ഇനി മകനോ മകളൊക്കെ പ്രായപൂർത്തിയാകുമ്പോൾ അവളോടും അവനോടും ചോദിക്കണം, മകളെ നിനക്ക് ഏത് ജോലി സാധ്യതയുള്ള കോഴ്സ് പഠിക്കുവാനാണ് താല്പര്യം? ഇങ്ങനെ മക്കളുടെ താല്പര്യം കൂടെ പരിഗണിക്കുമ്പോൾ മാത്രമേ അത് ദൈവഹിതമായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ സ്വഹിതം, അവരുടെ ഹിതം അടിച്ചേൽപ്പിക്കുകയാണ് മക്കളുടെ മേലെന്ന് പറയാതെ വയ്യ. നേരത്തെ പറഞ്ഞെടുത്തതിന് വരികയാണ്. ഇനി പല മക്കളും 10ാം ക്ലാസ് കഴിയുമ്പോൾ, +2 കഴിയുമ്പം ഈ പൗരോഹിത്യ സന്യസ്ത വിളിയിലേക്ക് താല്പര്യമുണ്ടെന്ന് അറിയിക്കുമ്പോൾ മാതാപിതാക്കന്മാർ നീട്ടിവെക്കും. എത്രയോ മക്കളുണ്ട് സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, എന്നിട്ട് അവരോട് നമ്മൾ പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് മതി, PG കഴിഞ്ഞിട്ട് മതി. ആ ആഗ്രഹം പിന്നീട് പയ്യെ നശിച്ചു എന്ന് മാത്രമല്ല, 10ാം ക്ലാസ് മുതൽ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ജീവിച്ച മക്കൾ പിന്നീട് നമ്മൾ +2 ഡിഗ്രിയൊക്കെ കഴിയുന്നതോടുകൂടി അച്ഛനാകണം സിസ്റ്ററാകണം എന്നുള്ള ആഗ്രഹം ഇല്ല എന്ന് മാത്രമല്ല, പള്ളിയിൽ വരെ കയറാതായി പോകുന്ന എത്രയോ ഉദാഹരണങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ദൈവം വിളിക്കുന്ന സമയത്ത് പ്രത്യുത്തരിക്കണം, അല്ലാതെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമയത്തല്ല. ആവർത്തിച്ച് പറയുകയാണ്, ദൈവം വിളിക്കുന്ന സമയത്ത് പ്രത്യുത്തരിക്കണം, അല്ലാതെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമയത്തല്ല. നമ്മുടെ മാതാപിതാക്കന്മാർ മക്കളെ വിളിക്കാറുണ്ടല്ലോ, മോനെ ഇങ്ങോട്ടൊന്ന് വന്നേ,
അവൻ പറയാണ് പിന്നീട് വരാം. അങ്ങനെയല്ലല്ലോ അതിൻ്റെ തീരുമാനം. നമുക്ക് എപ്പോഴാണ് മക്കളെ കൊണ്ട് ആവശ്യം, ആ സമയത്തല്ലേ, മക്കൾ വിളിക്കുന്ന സമയത്ത് വരാനല്ലേ നമ്മൾ ഇഷ്ടപ്പെടുക. അങ്ങനെയെങ്കിൽ ദൈവം ഈ മക്കളുടെ ഉള്ളിൽ ഒരു പുരോഹിതനിലൂടെയോ ഒരു സൺഡേ ക്ലാസ്സിലൂടെയോ ഒക്കെ ഈ ഒരു പ്രചോദനം കടത്തിവിടുമ്പോൾ അത് ദൈവവുമായിട്ട് ആലോചിച്ച് അതിന് പ്രത്യുത്തരിക്കാൻ മക്കളെ പ്രേരിപ്പിക്കേണ്ട വ്യക്തികളല്ലേ മാതാപിതാക്കന്മാർ. എൻ്റെ ദൈവവിളിയെ കുറിച്ചൊന്ന് പറയട്ടെ. സത്യം പറയാമല്ലോ, എനിക്ക് അച്ഛനാകണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞുനാൾ അങ്ങനെ ഉണ്ടായി എനിക്കറിയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ആ അവധി കാലഘട്ടങ്ങളിൽ ഞാൻ പണിക്ക് പോയതാണ്, വർക്ക്ഷോപ്പിൽ സ്പ്രേ പെയിൻറ്റിങ് പഠിക്കുവാനായിട്ട്. 8ാം ക്ലാസ് മുതൽ പണിക്ക് പോകുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തീരുമാനിച്ച അവധി കാലഘട്ടം 2 മാസം വെറുതെ വീട്ടിലിരിക്കണ്ടേ, അപ്പം എന്തായാലും ഒരു കൈത്തൊഴിൽ പഠിച്ചിരിക്കാമല്ലോ എന്ന് കരുതി സ്പ്രേ പെയിൻറ്റിങ്, വണ്ടികൾ പെയിൻ്റ് അടിക്കുന്ന പണി പഠിക്കാനായിട്ട് പോയി. 2 മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ പാസ്സായി. വലിയ മാർക്കൊന്നുമില്ല കേട്ടോ, 296 മാർക്കേ ഉള്ളൂ. പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് ഇനി പോകണമോ, ഇനി അടുത്തത് എന്ത് എന്ന് ആലോചിക്കുകയാണ്. 2nd ക്ലാസ്സിന് 4 മാർക്ക് കുറവ്. ഉടനെ തന്നെ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഇപ്രകാരം വരികയാണ്. എൻ്റെ കൂടെ ജയിച്ചവരൊക്കെ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. ഇനി ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വർക്ക്ഷോപ്പുമായിട്ട് മുൻപോട്ട് പോകണം? ഈ ഒരു ആഗ്രഹം എന്നോട് ഇങ്ങനെ ആരും സംസാരിക്കുന്ന പോലെ എനിക്ക് കേൾക്കുകയാണ്. ഞാനത് ആരോടും പറഞ്ഞില്ല, ഇത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഒരു അച്ഛനാവാൻ പോയാലോ. സെമിനാരിയുടെ ABCD പോലും അറിയില്ല. എവിടെയാണ് സെമിനാരി, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഒന്നും അറിയില്ല. ലാസ്റ്റിലേറ്റ് സഭ എന്താണെന്ന് പോലെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ആഗ്രഹം എൻ്റെ അയൽവാസിയായ എന്നെ വേദപാഠം പഠിപ്പിച്ചിരുന്ന ഷാജു PD മാഷിനോട് ഞാൻ പറയുകയാണ്. മാഷിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, മാഷ ഇങ്ങനൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ എവിടെയോ ഉണ്ട്. 10ാം ക്ലാസ്സിൽ പാസ്സായി വരും, മാഷിനെ അറിയാമല്ലോ. അപ്പോൾ മാഷ് പറഞ്ഞു, നല്ല കാര്യമാണ് ജൻസ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷിനെ എന്നെ സഹായിക്കാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും. മാഷ് ഉടനെ സത്യദീപം എടുത്തു. 1-2 വിലാസങ്ങളിലേക്ക് മാഷ് തന്നെ എനിക്ക് വേണ്ടി കത്തെഴുതുകയാണ്. ആ മാഷ് കത്തെഴുതിൻ്റെ ഫലമായിട്ട് ലാസ്ലേറ്റ് സഭയിൽ നിന്ന് എന്നെ റിക്രൂട്ട് ചെയ്യുവാനായിട്ട് ആൻഡ്രൂസ് കൊളനൂരച്ചൻ വരുന്നു. അങ്ങനെയാണ് 1993 ഞാൻ സെമിനാരിയിൽ ചേരുന്നത്. ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് അഭിമാനം കൊള്ളുന്നത് ഇപ്രകാരമാണ്. അന്ന് എൻ്റെ ഈ ഒരു ഇഷ്ടം ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞപ്പോൾ അവർ ഇരുവരും എൻ്റെ ഇഷ്ടത്തെ എതിർത്തില്ല. അതിനാണ് അവർക്ക് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. മകൻ ഒരു കൈത്തൊഴിൽ പഠിക്കുവാനായിട്ട് വർക്ക്ഷോപ്പിൽ പോയിരിക്കുകയാണ്. നാളെ ഈ മകൻ പണി പഠിച്ചു വരുമ്പോൾ, ഇവനൊരു ജോലി ലഭിക്കുമ്പോൾ കുടുംബത്തിന് ഇവനൊരു അത്താണിയായി മാറും എന്ന് ചിന്തിക്കാതെ, നിന്റെ ഇഷ്ടം അതാണ് എന്നുണ്ടെങ്കിൽ മകനെ നീ സെമിനാരിയിൽ പോയിക്കൊള്ളുക എന്ന് അന്ന് എനിക്ക് അനുവാദം തന്ന മാതാപിതാക്കന്മാരുടെ നല്ല മനസ്സിനെ ഞാൻ ഇന്ന് ആദരവോടെ കാണുകയാണ്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, ഇന്ന് നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വിലങ്ങുതടികളാകുന്നത്? പലപ്പോഴും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് വിലങ്ങുതടികളാകുകയല്ലേ ചെയ്യുന്നത്. ഇനി പല കാരണങ്ങളാണ് നമ്മൾ മക്കളെ ഈ അച്ഛൻ പട്ടത്തിനോ അല്ലെങ്കിൽ സിസ്റ്റർ ആകാനോ വിടാനായിട്ട് തടസ്സം നിൽക്കുന്നതിന് പല കാരണങ്ങളാണ്. അതിനകത്ത് ഒരു കാരണം പറയുന്നത് പ്രകാരമാണ്, അച്ഛന്മാരുടെയും സിസ്റ്റർമാരെയും കുറിച്ചുള്ള വാർത്തകൾ മക്കളെ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നില്ലേ? എന്തെല്ലാമാ കേൾക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈ പത്രത്തിൽ വായിക്കുന്നത് മുഴുവനും സത്യമാണെന്ന്? എവിടെയൊക്കെയോ അപജയങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. നമ്മളിൽ പലരും കൃഷിക്കാരല്ലേ. കാർഷിക വിളകൾ കൃഷി ചെയ്യുന്ന മേഖലയിൽ ഒരു വാഴയോ 2 വാഴയോ നശിച്ചു പോയാൽ, ഒരു റബ്ബറോ 2ാമത്തെ റബ്ബറോ കേടുവന്ന് പോയി കഴിഞ്ഞാൽ, കൃഷിയിൽ ഏതെങ്കിലും ഒരു ഭാഗം കേടുവന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കൃഷിത്തോട്ടം മുഴുവൻ നശിപ്പിക്കുമോ? വീണ്ടും കൃഷി ചെയ്യില്ല എന്ന് തീരുമാനിക്കുമോ? ഇല്ലല്ലോ. നമ്മളെന്താ ചെയ്യുക? കേടുവന്നതിനെ പറിച്ചു മാറ്റി വീണ്ടും പുതിയതിനെ നടുകയല്ലേ ചെയ്യുന്നത്. ഇനി കുടുംബജീവിതം എടുത്ത് നോക്കിക്കാൻ സ്നേഹമുള്ളവരെ, നമ്മൾ മാതാപിതാക്കന്മാർ ഈ സന്യസ്തര് വീഴ്ച പറ്റുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ അച്ഛന്മാർ വീണു പോകുന്നു എന്ന് പറഞ്ഞുവിട്ട് മക്കളെ ഈ ദൈവവിളിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ശരി തന്നെ, സമ്മതിക്കുന്നു. എന്നാൽ ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങളിലേക്ക് നോക്കിക്കേ, നമ്മുടെ ബന്ധുജനങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നോക്കിക്കേ, എത്രമാത്രം കുടുംബങ്ങളിൽ അപജയങ്ങളുണ്ട്. എത്ര ദമ്പതികൾ ഇന്ന് ഭിന്നിച്ച് കഴിയുന്നവരുണ്ട്. പ്രശ്നങ്ങളുള്ള എത്രയോ കുടുംബങ്ങളുണ്ട്. എന്നിട്ടും നമ്മൾ നമ്മുടെ മക്കളെ ഈ കുടുംബജീവിതം തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വീഴ്ചകളല്ല കാരണം എന്ന് പറയുന്നത്. ഇത് കുടുംബജീവിതത്തിലുള്ള വീഴ്ചകൾ കുഴപ്പമില്ല, സന്യസ്തരും വൈദികരും വീഴരുതെന്ന് നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ വീണാലും കുഴപ്പമില്ല, അവർ വീഴരുതെന്നുള്ള ആഗ്രഹം. ചെറുതെങ്കിലും സ്വാർത്ഥതയില്ലേ സ്നേഹമുള്ളവരെ? സത്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മകനോ മകളോ ദൈവവിളി ഉണ്ട് എന്നുണ്ടെങ്കിൽ വിശുദ്ധിയുള്ള കത്തോലിക്ക മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്താ? ആ അച്ഛനോ സിസ്റ്ററോ വീണാലും
നമ്മളത് സഹിക്കും. പക്ഷെ നീ പോയി വിശുദ്ധനായ ഒരു വൈദികനാകണം, വിശുദ്ധിയുള്ള ഒരു സിസ്റ്റർ ആകണം എന്ന് പറഞ്ഞ് പ്രചോദിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളതാണ് യഥാർത്ഥമായ ഇഷ്ടം. അതിനകത്ത് സ്വാർത്ഥം കലർന്നിട്ടില്ല. അവനോ അവളോ വീഴുന്നത് കൊണ്ട് മകനെ നിന്നെ ഞാൻ തടയുന്നു എന്ന് പറയുന്നത് അത് ശരിയായ നടപടിയാണോ എന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് സ്നേഹമുള്ളവരെ. അപ്പം അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രകാരമാണ്, നമ്മുടെ മക്കൾ ഇങ്ങനെ ഇഷ്ടം വരുമ്പോൾ വേറെ ഒരു കാരണവും പറഞ്ഞ് അവരെ തടയാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് ഏക മകളാണ്, അവരുടെ കുടുംബത്തിലെ ഏക മകളാണ്. ഇവൾക്ക് വിവാഹം കഴിക്കുവാൻ താല്പര്യമേ ഇല്ല. വിവാഹപ്രായം ആവുന്നതിന് മുൻപേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഇവളുടെ അപ്പനോട് പറയുമായിരുന്നു, അപ്പാ എനിക്ക് സിസ്റ്റർ ആകണമെന്നാണ് താല്പര്യം. അപ്പം പറഞ്ഞ് എനിക്ക് ഏക മകളാണ്, നിന്നെ ഞാൻ വിടുകയില്ല. ഇവള് അപ്പനെ ധിക്കരിച്ച് പോകുവാനായിട്ട്, പല മക്കൾക്ക് അങ്ങനെയല്ല, ധിക്കരിച്ച് പോകുവാനായിട്ട് താല്പര്യമില്ല. ദൈവഹിതത്തിന് വേണ്ടി ഇവൾ കാതോർത്തിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വിവാഹ സമയമായി, ഡിഗ്രി പഠനം കഴിഞ്ഞ് 20 വയസ്സ് 21 വയസ്സായപ്പോഴേക്കും ഇവൾക്ക് വിവാഹാലോചനകൾ വന്നു. ആദ്യത്തെ ഒരു ആലോചന വീട്ടിലേക്ക് വരികയാണ്. നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കൻ വന്നു, ആലോചനയുമായിട്ട് വരികയാണ്. ഇവൾക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, ചെറുക്കനെ ഇവളെയും ഇഷ്ടപ്പെടുകയാണ്. ഇവർ തമ്മിൽ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവൾ ആ യുവാവിനോട് പറഞ്ഞു, സഹോദര, എനിക്ക് താങ്കളെ ഇഷ്ടമായി, നല്ല സ്വഭാവം പെരുമാറ്റമൊക്കെയാണ്, പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ ഒരു വിവാഹത്തിന് ഞാനിപ്പോൾ പെണ്ണുകാണൽ ചടങ്ങിൽ നിന്നത് എൻ്റെ അപ്പൻ്റെ ആഗ്രഹം മൂലമാണ്. എനിക്ക് സിസ്റ്ററാകണമെന്നാണ് ആഗ്രഹം, എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് അപ്പനോട് താങ്കൾ ഒരു കാര്യം പറയാമോ, എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഒന്ന് ഒഴിവാകാമോ? ഈ യുവാവ് നല്ല മനസ്സുള്ളൊരു യുവാവ്, അവന് ഇവളുടെ കാര്യം മനസ്സിലായി. അവൻ പറഞ്ഞു, നിൻ്റെ ഈ ധൈര്യത്തെ ഞാൻ സമ്മതിക്കുന്നു, എന്തായാലും ഞാൻ നിന്നെ ഇഷ്ടമായില്ലെന്ന് മാത്രമല്ല, വേറെ ഏതെങ്കിലും രീതിയിൽ നിന്നെ സിസ്റ്റർ ആകാനായിട്ട് സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനും ഞാൻ കൂട്ടുനിൽക്കാമെന്ന് പറഞ്ഞ് യുവാവ് പോവുകയാണ്. യുവാവ് പോയി അപ്പനോട് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറൊരു പെണ്ണിനെയാണ് ഞാൻ ആലോചിക്കുന്നത് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങുകയാണ്. അന്ന് രാത്രി ഈ അപ്പൻ്റെ ചാര വന്നിട്ട് ഈ മകൾ പറയുക, ഇവളുടെ മനസ്സിൽ വല്ലാത്തൊരു മനസാക്ഷി കുത്തുണ്ട്. എന്തുകൊണ്ടാണ്? ഈ നുണ പറയിപ്പിച്ചില്ല യുവാവിനെ കൊണ്ട്, അപ്പനെതിരായൊരു തീരുമാനം എടുത്തില്ലേ എന്നുള്ളൊരു മനസ്സിന് വല്ലാത്തൊരു വേദന ഉണ്ടായിരുന്നു. ഇവൾ ചെന്ന് അപ്പനോട് പറഞ്ഞു, അപ്പ എന്നോട് ക്ഷമിക്കണം, ഇന്ന് വന്ന ആലോചന എനിക്ക് ഇഷ്ടമായി, പക്ഷെ ഞാൻ ഇങ്ങനെ ആ യുവാവിനോട് പറയിപ്പിച്ചതാണ്, എന്നെ ഇഷ്ടമായില്ല എന്ന്. അപ്പനറിയാമല്ലോ, അപ്പ കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം, ഒരു കന്യാസ്ത്രീ ആകണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴും കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അതിനെ മറുതലിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നില്ലപ്പാ. അപ്പം എന്നെ ഒന്ന് മനസ്സിലാക്ക്. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ച് വേറൊരു ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ സന്തോഷവതിയായിരിക്കുമെന്ന് അപ്പന് എന്താണ് ഉറപ്പുള്ളത്? എനിക്കും ഒരു ഉറപ്പുമില്ലല്ലോ. അപ്പനതുകൊണ്ട് മറുത്തൊരു തീരുമാനം പറയരുത്. അപ്പനൊന്ന് ആലോചിച്ച് നോക്കി ഈ രാത്രി എന്ന് പറഞ്ഞ് അവൾ ഇക്കാര്യം പറഞ്ഞ് ഉറങ്ങാനായിട്ട് പോവുകയാണ്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ സ്നേഹമുള്ളവരെ ഈ അപ്പൻ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മകളെ, ഇന്നലെ രാത്രി നീ പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ധ്യാനിച്ചത് ഈ വിഷയത്തെക്കുറിച്ച്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ കർത്താവ് പ്രചോദിപ്പിക്കുന്ന പ്രകാരമാണ്, നിനക്ക് ഇഷ്ടമുള്ള കോൺവെൻറ്റിൽ നീ ചേർന്നോളൂ. വലിയ സന്തോഷമായി. ഇവൾ ആ 20-21 വയസ്സായപ്പം കോൺവെൻറ്റിൽ ചേർന്ന് ഒരു സന്യാസിനിയായി. ഇവളുടെ അമ്മ അകാലത്തിൽ മരണപ്പെടുന്നു. പിന്നീട് ഈ അപ്പൻ മാത്രമുള്ളൂ. ഇയാൾക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ട് ചികിത്സയിലായിരിക്കുന്ന സമയത്ത് ഈ സഹോദരി അപ്പോഴേക്കും ഒരു സിസ്റ്ററായെന്ന് മാത്രമല്ല, നേഴ്സാണ്, ഹോസ്പിറ്റൽ നേഴ്സാണ്. ഈ അപ്പൻ മരിക്കുന്ന സമയത്ത് ഈ നേഴ്സായ മകൾ സിസ്റ്ററാണ് ഇയാളെ ശുശ്രൂഷിച്ചിരുന്നത്. ആ ഹോസ്പിറ്റൽ മുറിയിൽ ഇയാൾ വിശ്രമിക്കുമ്പോൾ ഇവളുടെ സന്യാസ സഭയിലുള്ള മറ്റെല്ലാ സഹോദരിമാരും നിന്ന് അന്ത്യസമയത്തൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയാണ്, മുറി മുഴുവനും പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാപൂരിതമായൊരു അന്തരീക്ഷത്തിൽ ഇയാൾ മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇയാൾക്ക് മനസ്സിലായി, ഇനി അധികം നാളെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇയാൾ അവസാന മൊഴികൾ പോലെ മകളെ വിളിച്ച് പ്രകാരം പറയുക, മകളെ, എനിക്ക് അപ്പന് മോളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അപ്പ? നിന്നെ നേരത്തെ മഠത്തിൽ വിടാതിരുന്നത് എൻ്റെ സ്വാർത്ഥമായ താല്പര്യം കൊണ്ടാണ്. അപ്പനോട് മോള് ക്ഷമിക്കണം. ഇന്ന് നീ ഈ സന്യാസിനി ആയതിൽ അപ്പനേറെ അഭിമാനിക്കുന്നു.
അല്ലെങ്കിൽ ഇത്രമാത്രം പ്രാർത്ഥന കിട്ടി ഒരു വിശുദ്ധനായ വ്യക്തിയെ പോലെ കുമ്പസാരിച്ചൊരുങ്ങി എനിക്ക് യാത്രയാകാൻ കഴിയുന്നുണ്ടല്ലോ, അത് നിൻ്റെ നല്ല മനസ്സിലെ അപ്പനോട് ക്ഷമിക്കണമെന്ന് പറയുക. അപ്പനും മകള് ഈ സിസ്റ്ററായ മകൾ അപ്പൻ്റെ കരം പിടിച്ച് അല്പനേരം കരഞ്ഞു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അച്ഛാ, ദൈവത്തിനൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അപ്പൻ എന്തായാലും എന്നെ അനുവദിച്ചല്ലോ. അയാൾ ആ കാര്യം പറഞ്ഞ് നിത്യതയിലേക്ക് യാത്ര ചെയ്യുക. സ്നേഹമുള്ളവരെ, വിശുദ്ധിയുള്ള മക്കൾ ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വപ്നമാണ്. അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ തലമുറയിൽ നിന്ന് വിശുദ്ധിയുള്ള ഒരു പുരോഹിതൻ, വിശുദ്ധിയുള്ള ഒരു കന്യാസ്ത്രീ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിനാഗ്രഹം പ്രകടിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. മദർ തെരേസയുടെ ജീവചരിത്രം നമ്മൾ വായിച്ചിട്ടുള്ളതല്ലേ. മദർ തെരേസയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു, കുഞ്ഞുനാളിൽ 5-6 വയസ്സിലേക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഇവള് സിസ്റ്റർ വിടാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് മദർ തെരേസയുടെ പിതാവ് മരിക്കുകയാണ്, അമ്മയും ബാക്കി സഹോദരങ്ങളുള്ള വീട്ടിൽ. ഇവള് ഈ ആഗ്രഹം കുറച്ചുകൂടെ പ്രായപൂർത്തിയായപ്പോൾ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മകളെ ഞാൻ നിന്റെ ആഗ്രഹത്തിന് പൂർണ്ണമായിട്ടും പിന്തുണ നിൽക്കുകയാണ്. എന്നിട്ട് മദർ തെരേസ പറഞ്ഞ പ്രകാരമാണ്, എനിക്ക് ഇന്ത്യയിൽ പോയി ഒരു മിഷണറി സിസ്റ്റർ ആകണമെന്നാണ് ആഗ്രഹം. എന്നിട്ട് ആ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ഈ അമ്മ മകളുടെ കരം പിടിച്ചിട്ട് പറയുക, മകളെ നീ വിശുദ്ധിയുള്ളൊരു സിസ്റ്ററായിട്ട് മാറണം കേട്ടോ. അമ്മ നിന്റെ കരം പിടിച്ചിട്ടില്ലേ, ഇതുപോലെ നീ കർത്താവിൻ്റെ കരം പിടിക്കുക. ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കരുത്, മുൻപിലോട്ട് മാത്രം നോക്കുക. ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ പറഞ്ഞ് യാത്രയാക്കുകയാണ്. വിശുദ്ധനായ ഫാദർ ഡാമിയൻ്റെ ജീവചരിത്രം നമുക്കറിയാമല്ലോ. കുഷ്ഠരോഗികൾ ചികിത്സിച്ച് മരിച്ച വൈദികൻ. നമുക്കറിയാം ആ നൂറ്റാണ്ടിലൊരു വലിയ രോഗമായിരുന്നു കുഷ്ഠരോഗം എന്ന് പറയുന്നത്. അന്നത്തെ പത്രങ്ങളിൽ ഇപ്രകാരം വാർത്ത വന്നു, മൊളോക്ക ദ്വീപിൽ കുപ്പത്തൊട്ടി എന്ന് കണക്കാക്കുന്ന ആ ദ്വീപിൽ കുഷ്ഠരോഗികളെ ചികിത്സിക്കുവാനായിട്ട് സന്നദ്ധതയുള്ള ഏതെങ്കിലും വൈദികനോ സിസ്റ്ററോ ഉണ്ടോ? പത്രവാർത്തയായിരുന്നു. എന്തുകൊണ്ടാണ്? നാട്ടുകാരെ വേറെ ആരും കിട്ടുന്നില്ല, വേറെ ആരും ഇതിന് സന്നദ്ധത പ്രകടിപ്പിച്ച് മുൻപോട്ട് വരുന്നില്ല. അങ്ങനെയാണ് ഫാദർ ഡാമിയൻ മുൻപോട്ട് കടന്നു വരുന്നത്. വിശുദ്ധിയുള്ള ഈ വൈദികൻ മുൻപോട്ട് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞ പ്രകാരമാണ്, അവരോട് കൂടെ പോയി മരിക്കാനും ഞാൻ തയ്യാറാണ്, അവരിൽ ഒരാളായി മരിക്കാൻ ഞാൻ തയ്യാറാണ്. ഫാദർ ഡാമിയനെ യാത്രയാക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പിതാവ് ചോദിക്കുക, ഡാമിയൻ അച്ഛന് പേടിയാവുന്നില്ലേ, ജീവിതത്തെക്കുറിച്ച് പേടിയാവുന്നില്ലേ, മരണത്തെക്കുറിച്ച് പേടിയാവുന്നില്ലേ? അപ്പോൾ ഡാമിയൻ പറയുകയാണ്, ഞാൻ ഒരു വിശുദ്ധനായ വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് സെമിനാരിയിൽ ചേർന്നതും വൈദികനായതും. തിരുപ്പട്ട സമയത്ത് ഈ മഞ്ചയിൽ പൊതിയുന്ന കറുത്ത തുണി കൊണ്ട് എൻ്റെ ശരീരം മുഴുവനും മൂടിയിരുന്നു. നിത്യവ്രതം എടുക്കുന്ന സമയത്തും തിരുപ്പട്ട സമയത്തും. അന്നേ ഞാൻ ഈ ലോകത്തിന് മരിച്ചു, എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വൈദികൻ പോയിട്ട് അവിടെ കുഷ്ഠരോഗം പിടിച്ച് തന്നെ കുഷ്ഠരോഗികൾ ചികിത്സിച്ച് മരിക്കുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധരായ വൈദികരും സന്യസ്തരും നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടാവട്ടെ. ഈ ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന ദിവസം ഏതാനും കുറച്ച് കാര്യങ്ങൾ, ഒരു 5-6 കാര്യങ്ങൾ പറഞ്ഞ് അച്ഛൻ ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തെ ഓർത്ത് സന്യസ്തരെയും വൈദികരെയും ഒന്ന് കുറ്റം പറയാതിരിക്കാമോ? ആർക്കാ വീഴ്ചകൾ പറ്റാത്തത്? നമ്മൾ ഒരു 5 മിനിറ്റ് സമയം കിട്ടിയ പലപ്പോഴും ഇതല്ല നമ്മുടെ സംസാര വിഷയം. ഇല്ലാത്ത വേദനയുണ്ട്, അതുകൊണ്ടാണ് പറയണത്. എൻ്റെ കുടുംബത്തിൽ ഞാൻ പറയാറുള്ള കാര്യങ്ങളാണത്. എന്തിനാണ് വെറുതെ പറയുന്നത്? വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്? കുറ്റം പറയാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വീഴ്ചയുള്ള വൈദികനോ സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു മകനോ മകളോ ഈ ദൈവവിളി സ്വീകരിച്ച് പോയെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കുറ്റങ്ങൾ നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുമോ? ഇല്ലല്ലോ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സെമിനാരിലേക്കോ സിസ്റ്റർ ആവാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളുടെ തലമുറയിൽ നിന്നൊരു വിശുദ്ധിയുള്ള സിസ്റ്ററും അച്ഛനും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രകാരമാണ്, ഇടവകയിൽ നിന്ന് മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ തിരഞ്ഞെടുത്ത് ഈ ഒരു ദൈവവിളിയിലേക്ക് പോകുവാനായിട്ടും അവർക്കും ആവുന്ന സഹായങ്ങൾ ചെയ്യുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ആകുന്ന ഒത്തിരി സഹായം ചെയ്യുക. അവധിക്ക് ചെമ്മാച്ചന്മാരും സിസ്റ്റേഴ്സ് ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരോടും സംസാരിച്ച് സ്നേഹപൂർവ്വമായിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഇനി 5-മത്തെ കാര്യം എന്ന് പറയുന്നത്, തിരുസഭയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും സഭയ്ക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഇത്രയും തീരുമാനങ്ങളെടുത്ത് ഈ ദൈവവിളി ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പരിശ്രമിച്ചാലോ? അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒന്ന് ശാന്തമാകാം. കർത്താവായ ഈശോയെ, സഭയിലുള്ള എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്യാസ പൗരോഹിത്യ വിളികളിൽ അർത്ഥികളായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയുള്ള വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ നാടിനും കുടുംബത്തിനും നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.